സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുമുഖങ്ങളുടെയും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെയും സംഘടനയായ താരോദയം ന്യൂ ഫേസ് ആൻഡ് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ തിരുവനന്തപുരത്തിൻ്റെ 3ാം വാർഷിക ആഘോഷം കൊല്ലം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രതിനിധി സമ്മേളനം മിനി മഞ്ചേരിയുടെ ഈശ്വര പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു. സെക്രട്ടറി വിപിൻ ദേവാലയം സ്വാഗത പ്രസംഗം നടത്തി. നമ്മുടെ സംഘടനകളുടെ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ഒരു സമ്മേളനം നമുക്ക് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടിയായതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ വലിയ ആഘോഷങ്ങളില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ 3ാമത്തെ സംസ്ഥാന സമ്മേളനം നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ മരണപ്പെട്ടുപോയ വയനാടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു താരോദയത്തിൻ്റെ പേരിൽ. തുടർന്ന് പ്രസിഡന്റ് അനിൽ മാധവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഈ കാര്യപരിപാടി അത്ര വിപുലമല്ല എന്ന രീതിയിലാണ് സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അനിൽ മാധവനോട് പറഞ്ഞത്. ഒരുപക്ഷെ അത്ര വിപുലമായി പോകുന്നതിലല്ല കാര്യം, കുറച്ച് സംക്ഷിപ്തമാണെങ്കിൽ പോലും അത് തികച്ചും അന്തസ്സുറ്റതും കാര്യഗൗരവമുള്ളതും ഫലപ്രദവും ഐശ്വര്യപൂർണവുമായി തീരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ഇന്നത്തെ പരിപാടികൾ നടക്കട്ടെ എന്നാശിക്കുകയാണ്. ചാത്തന്നൂരും പാരിപ്പള്ളിയിലുള്ള ഒത്തിരി കലാകാരന്മാർ അവരെല്ലാം അഭിനയമോഹവുമായി ഈ ജൂനിയർ ആർട്ടിസ്റ്റായി ചെന്ന് വിട്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരുടെ സങ്കടങ്ങൾ എനിക്ക് കേൾക്കാനിടയായതുകൊണ്ടാണ് താരോദയം എന്നൊരു സംഘടന രൂപപ്പെടാനുള്ള ഒരു കാരണവും. ഇതാണ് താരോദയത്തിൻ്റെ ഒരു ജനനം അല്ലെങ്കിൽ ഒരു ഉത്ഭവം എന്നാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നതിന് വേണ്ടിയാണ്. അവരുടെ സങ്കടങ്ങളും പരാതികളും ഈ മേഖലയിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെയും എല്ലാം കണ്ടറിഞ്ഞാണ് ഞങ്ങൾ ഈ സംഘടന രൂപം കൊണ്ടത്. തുടർന്ന് കലാകാരന്മാരുടെ സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ ഗാനമേള, ഏകപാത്ര നാടകം, ഫിഗർ ഷോ തുടങ്ങിയ പരിപാടികൾ വേദിയിൽ അരങ്ങേറി. തുടർന്ന് കൊല്ലം ജയശ്രീയുടെ ഈശ്വര പ്രാർത്ഥനയോടെ പൊതുസമ്മേളനം ആരംഭിച്ചു. സെക്രട്ടറി വിപിൻ ദേവാലയം സ്വാഗത പ്രസംഗം നടത്തി. പ്രസിഡന്റ് അനിൽ മാധവിൻ്റെ അധ്യക്ഷതയിൽ ചലച്ചിത്ര താരം AK ആനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേദിയിലിരിക്കുന്നവർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട റൂവൽ സിംഗ്, ഈ സമുദ്രതീരത്ത് വെച്ച് എൻ്റെ ഈ മാതാപിതാക്കൾ, കാരണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരേ ദിവസം തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അച്ഛനും അമ്മയും മരണപ്പെടുന്നത് ഒരേ ദിവസമാണ്. അതിന്നും എൻ്റെ നെഞ്ചിലൊരു നോവായും വേദനയായും മരണം വരെ എനിക്ക് എത്ര ആയുസ്സുണ്ടോ അവിടം വരെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇവരെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയേറെ സന്തോഷവും സങ്കടവും ഉണ്ട്. കാരണം ഇവിടെ അവരുടെ ഈ റൂവൽ സിംഗും ആ കുടുംബവും ആ മകൻ ഉൾപ്പെടുന്ന ആ കുടുംബമൊക്കെ അവരെ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെയും ആ പരിചരിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ വന്ന കാലത്ത് സ്വന്തം മക്കൾ പോലും നോക്കാത്ത കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിനും ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്താൻ അവസരം കിട്ടിയത്. പ്രസന്നൻ പാരിപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഞങ്ങളുടെ താരോദയത്തിലെ താരങ്ങളുടെ ഒരു വളർച്ച, അവരുടെ പ്രയത്നങ്ങൾക്ക് ശാശ്വതമായ, അവർക്ക് ലഭിക്കേണ്ടതായ ന്യായമായ അവകാശത്തിൻ്റെ അവകാശത്തിൻ്റെ ആ ഒരു റിവാർഡ്, അവർ ചെയ്യുന്ന കഷ്ടപ്പാടിൻ്റെ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് സംഘടനാപരമായി ഇത് ശക്തിപ്പെടുത്തി ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ ഈ സമുദ്ര തീരത്തിൽ നടത്തുന്നതായിരിക്കുന്ന വാർഷിക സമ്മേളനങ്ങൾ തുടർന്നും നല്ലതുപോലെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഒരു വിശിഷ്ട അതിഥിയായി താരോദയത്തിൻ്റെ താരം ഈ കസേര ഇരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസോസിയേഷൻ രക്ഷാധികാരി മാമ്പള്ളി GR രഘുനാഥ് ആശംസകൾ അറിയിച്ചു. മനസ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും
ഇന്ന് നടന്ന പരിസ്ഥിതി പ്രശ്നം ഉൾപ്പെടെ രോഗമായാലും ശോകമായാലും പ്രശ്നമായാലും പ്രയാസമായാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. ഞാൻ അതിജീവിച്ചവനാണ്, ഞാൻ സമ്പന്നനാണ് എന്ന് ഡെയിലി വിചാരിച്ചാൽ ഞാൻ സമ്പന്നനായി മാറും. ഞാൻ ദരിദ്രനാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ഈ അസോസിയേഷൻ അസിസ്റ്റൻ്റ് എന്നുള്ളതൊക്കെ മാറി ഞാൻ അഭിനേതാവാണെന്ന് ഡെയിലി ചിന്തിക്കുകയാണെങ്കിൽ, സങ്കല്പം കൊടുക്കുകയാണെങ്കിൽ അഭിനേതാവായിട്ട് മാറും. ചടങ്ങിൽ സമുദ്രതീര വയോജന കേന്ദ്രം ചെയർമാൻ റോൽ സിംഗിന് പുരസ്കാരം നൽകി ആദരിച്ചു. സംസ്കാര ആർട്സ് സെക്രട്ടറി അജിത് കുമാർ, ചലച്ചിത്രതാരം എ കെ ആനന്ദ്, ചലച്ചിത്രതാരം താജ് പത്തനംതിട്ട, ഫിലിം ഡയറക്ടർ സുരേഷ് ഗോപൻ, സീരിയൽ താരം മുരുകൻ ശ്രീവരാഹം, ഡാൻസ് വേൾഡ് ഡാൻസർ തിലക്, നാടക നടൻ അജയൻ ദൃശ്യ, നാടൻ പാട്ടുകാരി ജൂനിയർ ശിവപ്രിയ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ചാത്തന്നൂർ ഗോപകുമാറിൻ്റെ നന്ദി പ്രകാശനത്തോടെ പൊതുസമ്മേളനത്തിന് തിരശ്ശീല വീണു.